ഹായ് എവ്രി വൺ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് CMA ഇൻ്റർമീഡിയറ്റ് ഡിസംബർ 2025 എഴുതുന്ന എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആകുന്ന രീതിക്കാണ്. നമ്മുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് പേപ്പറാണ് ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത്, പേപ്പർ 5. അപ്പോൾ അത് പൊതുവിൽ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, മിസ് അത് കംപ്ലീറ്റ് തിയറി ആണല്ലോ, അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പഠിക്കുക, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും, ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അതും എക്സംഷൻ 60 ആണ്, 60നേക്കാൾ എത്രയോ നമുക്ക് അധികം മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ട് മുന്നേ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ട് സെക്കൻഡ് ഗ്രൂപ്പിലെ ലാസ്റ്റ് പേപ്പർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ സ്ട്രാറ്റജി പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളത് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് സ്ട്രാറ്റജി ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ നിങ്ങൾക്ക് A to Z അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജും കാര്യങ്ങളും ഫുള്ള് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇനി വരുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് വീഡിയോ ചെയ്യാം, ഇതുപോലെ ഇൻ്റർമീഡിയറ്റിൻ്റെ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കതൊരു യൂസ് ആവും. എക്സാം ടൈമിലായാലും പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും ഇപ്പോൾ റിവിഷൻ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകുന്ന മെത്തേഡ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇതിൽ പറയുന്ന ഓരോ പോയിൻറ്റ്സും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പറിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു പേപ്പറിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 80-85 റേഞ്ചിലൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡാണ് ഇത്. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 93 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. 93 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്നൊരു 80 to 85 ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതായത് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞിരുന്നു, എങ്കിലും ഞാൻ പറയാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 മാർക്കിനാണ്. അതിനകത്ത് നിന്ന് 100 മാർക്കിനാണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും 30 മാർക്ക് MCQ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ ആയിട്ടുള്ള 70 മാർക്കിന് വേണം നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. കാരണം നമുക്ക് എഴുതി മേടിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് ഈ 70 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഫോക്കസ് ആക്കി വെക്കേണ്ട ഒരു ഏരിയയാണ് ഈ 70 മാർക്ക്. അപ്പോൾ ഈ 70 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും, ഈ 70യിൽ എങ്ങനെ 63 നമുക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ഈ MCQയിൽ ഇപ്പോൾ 30 മാർക്കിന് MCQ വരുന്നത്, അതിൽ 20 മാർക്കോളം നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. 30 മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ, പക്ഷേ അതിനകത്ത് നമുക്ക് കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ആവറേജ് 20 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടൽ നമുക്ക് 93 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാം, എറൗണ്ട് ഒരു 80 to 85 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ ക്ലാസ് എടുത്ത കുട്ടികളിൽ ഹയസ്റ്റ് സ്കോർ ലോയിഡത് ഈ പറഞ്ഞ പോലെ 81 ആണ്. ഓക്കെ, കറക്റ്റ് ഞാൻ ഈ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന ഇതേ സ്ട്രാറ്റജിയാണ് ആ കുട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളത് നന്നായിട്ട് ഫോക്കസ് ചെയ്തു. അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 70 above ഒക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഫോളോ അപ്പ് ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ നമുക്ക് ആ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെ ടോപ്പിക്കാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊരു ABC അനാലിസിസ് ടേബിളാണ് ഫോർ ഡിസംബർ 2025 എക്സാംസ്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ സിലബസ് മാറിയതിന് ശേഷം 5 അറ്റംപ്റ്റുകളിലായിട്ട് എക്സാം നടന്നിട്ടുണ്ട്. സോ 5 അറ്റംപ്റ്റിൻ്റെ വെയിറ്റേജ് കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് ആണ്. ലെങ്തിയാണ് കമ്പനീസ് ആക്ട്, പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൈൻ ചെയ്ത് നമ്മൾ ക്ലാസ്സിനകത്ത് നോട്ടും MCQയും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ കമ്പനീസ് ആക്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ അതാണ്. അതിനകത്ത് നിന്ന് എല്ലാ അറ്റംപ്റ്റിലും ഡിസ്ക്രിപ്റ്റീവ് എത്ര ചോദിക്കുന്നുണ്ട് നോക്കിക്കേ, 30, 35, 35, 35, 35. എല്ലാ അറ്റംപ്റ്റിലും ആവറേജ് 35 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് എന്ന് ചോദിക്കുന്നുണ്ട്. MCQയിലാണെങ്കിൽ ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 6 ക്വസ്റ്റ്യൻ ഇതിൽ നിന്നാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്, 2 മാർക്സ് ആണ്. അപ്പോൾ അങ്ങനെ 12 മാർക്കിന് എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കാറുണ്ട്. സോ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഹെഡിൽ നിന്നും ടോട്ടലായിട്ട് നമുക്ക് എത്ര വെയിറ്റേജ് ഉണ്ട്, 42, 47, 47, 47, 47. അപ്പോൾ 47 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അതിൽ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് നമുക്ക് 35ഉം MCQവിൽ നിന്ന് 12ഉമാണ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും എറൗണ്ട് ഒരു 50 മാർക്കിന് അടുപ്പിച്ച് വെയിറ്റേജുള്ള ഒരു ഏരിയ ആണിതെന്ന് പലർക്കും അറിയില്ല.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 47 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കുന്നത് ഈ പറഞ്ഞ കമ്പനീസ് ആക്ടിൽ നിന്ന്. അപ്പോൾ ആദ്യം പ്രിഫറൻസ് ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് പഠിക്കുന്ന കുട്ടികൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ട ചാപ്റ്ററാണ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം അഗെയിൻ പറയുവാണ്. ഡിസ്ക്രിപ്റ്റീവിൽ 35 മാർക്കിനും MCQവിൽ 12 മാർക്കിനും ചോദിച്ച് അങ്ങനെ ടോട്ടൽ 47 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് നമ്മുടെ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം ലെങ്തി ആണെന്ന് ചോദിച്ചാൽ ലെങ്തി ആണ് എന്ന് കരുതി നമുക്ക് പഠിക്കാൻ പറ്റാതെ അങ്ങനെയൊന്നുമല്ല. വാരി വലിച്ച് പഠിക്കാതെ വേണ്ട പോയിൻറ്റ്സിനെ നിങ്ങൾ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് എഴുതുക, എന്നിട്ടത് പഠിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൽ നോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പോയിൻ്റ് വൈസ് ആയിട്ടും നിങ്ങൾക്ക് വേണ്ട എങ്ങനെയാണോ എക്സാമിന് പ്രസൻറ്റ് ചെയ്യേണ്ടത് എക്സാക്റ്റ് ഫോമിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് നോട്ടൊക്കെ തരുന്നത് കേട്ടോ. അപ്പോൾ അത് ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് കംപ്ലീറ്റ് ലോയുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കിട്ടും. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എത്തിക്സ് ആണ്. എത്തിക്സ് നല്ല സിമ്പിളാണ്. പല കുട്ടികളും മെയിൻ ഫോക്കസ് കൊടുക്കുന്ന എത്തിക്സ് ആണ് അല്ലേ. അതെന്തുകൊണ്ടാണ്? എത്തിക്സ് പഠിക്കാൻ എളുപ്പമാണ്. എത്തിക്സ് ഡിസ്ക്രിപ്റ്റീവിലെ എല്ലാ അറ്റംപ്റ്റിലും 10, 14, 14, 14, 14 എല്ലാ അറ്റംപ്റ്റിലും 14 മാർക്ക്, 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, അങ്ങനെ 14 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് ഡിസ്ക്രിപ്റ്റീവിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് MCQ 2 ക്വസ്റ്റ്യൻ ചോദിക്കും, 2 മാർക്ക് വെച്ചിട്ട് അങ്ങനെ 4 മാർക്കിന് എല്ലാ അറ്റംപ്റ്റിനും ചോദിക്കാറുണ്ട്. ടോട്ടൽ 18 മാർക്ക് വെയിറ്റേജ് ഉള്ള ഏരിയ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഏരിയ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 18 മാർക്ക് നമുക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ 47 ആയി, 18 ആയി. നെക്സ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഒരു ഏരിയ ഇൻഡസ്ട്രിയൽ ലോ ആണ്. ഇൻഡസ്ട്രിയൽ ലോ എന്ന ഹെഡിനകത്ത് നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് വരുന്നത്. കോഡ് ഓൺ വേജസ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഫാക്ടറീസ് ആക്ട്, EPF ആക്ട്, എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻ ആക്ട് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ആക്ട് ഉണ്ട്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അങ്ങനെ 5 ആക്ടുകളാണ് ഇൻഡസ്ട്രിയൽ ലോയുടെ താഴെ വരുന്നത്. ഈ 5 ആക്റ്റും പഠിക്കുക. പലരും പറയും ഈ പറഞ്ഞൊരു ഹെഡ് നോക്കാറേ ഇല്ല, കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവരങ്ങ് പറയും. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇൻഡസ്ട്രിയൽ ലോ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ കൊമേഴ്ഷ്യൽ ലോ എന്ന് പറയുന്ന ഹെഡിലാണ് കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്, പാർട്ട്ണർഷിപ്പ്, LLP ഇതൊക്കെ വരുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് കൊടുത്താൽ മതി ഇൻഡസ്ട്രിയൽ ലോ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയൽ ലോ പഠിക്കുക. നിങ്ങൾ നോക്കിക്കേ, കോഡ് ഓൺ വേജസിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് ഒഴികെ എല്ലാ അറ്റംപ്റ്റിനകത്തും ചോദിച്ചിട്ടുണ്ട്. 7 മാർക്കിന് ഇതാ വന്നിട്ടുണ്ട്. ആദ്യം മാത്രമാണ് 10 മാർക്ക്, 7 മാർക്കിന് ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ പാറ്റേൺ അങ്ങനെയാണ്. 7 മാർക്കാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 7 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയാണ് കോഡ് ഓൺ വേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. അത് ഇപ്പോൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് അറ്റംപ്റ്റിനകത്ത് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫാക്ടറീസ് ആക്ട് അത് അവിടെ ഒരു അറ്റംപ്റ്റിൽ 7 മാർക്കിന് ചോദിച്ചു. EPFൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് പഠിക്കേണ്ടെന്ന് വിചാരിക്കരുത്. ഇത്തവണ ചിലപ്പോൾ ചോദിക്കാം. 2016 സിലബസിലൊക്കെ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു അറ്റംപ്റ്റിൽ മാത്രം ഇപ്പോഴത്തെ ഈ ഒരു സിലബസ് മാറിയതിന് ശേഷം മാത്രമേ അവർ ഒഴിവാക്കിയിട്ടുള്ളൂ. സോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് 5 അറ്റംപ്റ്റിലും 3 അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് ഒന്നും കൂടി ആ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കി തന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് EPF ഒഴിവാക്കാം അല്ലെങ്കിൽ ഫാക്ടറീസ് ഒഴിവാക്കാം അങ്ങനെ ചിന്തിക്കരുത്. 5 ചാപ്റ്ററും പഠിക്കുക. കാരണം ഇതിൽ നിന്ന് 14 മാർക്ക് വെയിറ്റേജ് ആണ് നമുക്കുള്ളത്. ഒരു അറ്റംപ്റ്റിൽ ഇപ്പോൾ ഈ അറ്റംപ്റ്റിൽ 15 മാർക്കിന് ചോദിച്ചു, ഈ അറ്റംപ്റ്റിൽ 14, ഈ അറ്റംപ്റ്റിലും 14, അങ്ങനെ എല്ലാ അറ്റംപ്റ്റും 14 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ ഏത് ചാപ്റ്ററാണെന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് 47 വരും നമുക്ക് പറയാം. എത്തിക്സിൽ നിന്നാണെങ്കിൽ അങ്ങനെ പറയാം. ഇൻഡസ്ട്രിയൽ ലോ എന്ന ഹെഡിൽ നിന്നാണ് 14 മാർക്കിന് വരുന്നത്. അത് ഈ 5 ചാപ്റ്ററിൽ ഏത് ചാപ്റ്റർ വേണമെങ്കിലും ആകാം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ 5 നമ്മൾ കൊമേഴ്ഷ്യൽ ലോ എന്ന് പറഞ്ഞ ഹെഡിന് കൊടുക്കുന്നതിന് പകുതി എഫേർട്ട് ആൻഡ് ടൈം മതി നമുക്കിത് തീർക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ഇത് വെച്ച് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പോയിൻ്റ് വൈസ് ആക്കി തന്നെ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. 14 മാർക്ക് വെയിറ്റേജ് ഉള്ളതാണ് അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. MCQ വന്നിട്ട് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, 2 മാർക്ക് വെച്ചിട്ട് 4 മാർക്ക്, അങ്ങനെ ടോട്ടൽ ഇതിനും 18 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കമ്പനീസ് ഫുള്ള് പഠിച്ചാൽ ഇങ്ങനെ, എത്തിക്സ് കിട്ടിയാൽ 18 മാർക്ക് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയൽ ലോ ഫുള്ള് പഠിച്ചാൽ 18 മാർക്കും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് 63 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാം. MCQവിൽ നിന്ന് 20 മാർക്കിനും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ്. അതായത് നിങ്ങൾക്കിപ്പോൾ MCQവിൽ 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. MCQവിൽ 15 ക്വസ്റ്റ്യൻ വരും. അതിനകത്ത് 6 ക്വസ്റ്റ്യൻ കമ്പനീസ് ആക്ടിൽ നിന്നാണ്, 2 ക്വസ്റ്റ്യൻ എത്തിക്സിൽ നിന്നാണ്, 2 ക്വസ്റ്റ്യൻ ഇൻഡസ്ട്രിയൽ ലോയിൽ നിന്നാണ്. അപ്പോൾ തന്നെ 10 ക്വസ്റ്റ്യൻ ആയില്ലേ, ഇൻറ്റു 2 ഇപ്പോൾ 20 മാർക്ക് ആയില്ലേ, ആയി. ഇനി 10 മാർക്ക്. ഇനി 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കി, അതായത് 5 ക്വസ്റ്റ്യൻ, 10 മാർക്ക് എന്ന് പറയുമ്പോൾ 5 ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് ഒരെണ്ണം കോൺട്രാക്റ്റ് ആക്ടിൽ നിന്നാണ്, അതുപോലെ ഒരെണ്ണം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഒരെണ്ണം നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, പിന്നെ ഒന്ന് LLP, ഒന്ന് പാർട്ട്ണർഷിപ്പ്. ഇങ്ങനെയാണ് ബാക്കി ചോദിക്കുന്നത്. അങ്ങനെ എല്ലാത്തിൽ നിന്നും ഓരോ MCQ വീതമാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പാറ്റേൺ, എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ്, കമ്പനീസ് ആക്ട്, എത്തിക്സ്, ഇൻഡസ്ട്രിയൽ ലോ, ഇതിന് വേണം നിങ്ങൾ മെയിൻ ഫോക്കസ് കൊടുക്കാനായിട്ട്. നിങ്ങളിത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 70 മാർക്കിൽ 63 മാർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിൽ കിട്ടി. ഇനി MCQയിലാണെങ്കിൽ 30 മാർക്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു അറൗണ്ട് ഒരു 83-85 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 93ക്ക് അറ്റംപ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അത്രയും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. നമ്മുടെ പേപ്പർ 100 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് 7 ക്വസ്റ്റ്യൻ്റെ 5 ക്വസ്റ്റ്യനാണ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. 7 ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആണ് 14 മാർക്കിൻ്റെ. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യനാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എത്തിക്സ് പഠിക്കുമ്പോൾ ഒരു ഫുൾ ക്വസ്റ്റ്യൻ കിട്ടും. കമ്പനീസ് ആക്ട് പഠിക്കുമ്പോൾ 2 ഫുൾ ക്വസ്റ്റ്യനും കിട്ടും, ഒരു ക്വസ്റ്റ്യൻ്റെ പകുതിയും കിട്ടും. അപ്പോൾ തന്നെ എത്രയായി? 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കിട്ടി, 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ പകുതിയായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ലോ പഠിക്കുമ്പോൾ ഒരു ഫുൾ ക്വസ്റ്റ്യനും കിട്ടും. അങ്ങനെ ടോട്ടൽ 4 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് 14 മാർക്കിൻ്റെ കിട്ടുകയും ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ്റെ പകുതിയും കിട്ടും. അങ്ങനെയാണ് 63 മാർക്ക് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. നല്ല മാർക്ക് കിട്ടും കേട്ടോ ഈ പേപ്പറിനകത്ത്. കാരണം നമുക്ക് ഇപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഡിസ്ക്രിപ്റ്റീവിൽ 63 സ്കോറിംഗ് ആണ്. ബാക്കി നമുക്ക് MCQ 30 മാർക്കും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 80 to 85 ഷുവർ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് വേണം നിങ്ങൾ ഓരോ സബ്ജക്റ്റും പഠിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിനി ഓരോ സബ്ജക്റ്റുകളുടേതും ചെയ്യും. മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ കയറി നോക്കിയാൽ മതി. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക്, ബാക്കി ഇനിയുള്ള 6 സബ്ജക്റ്റുകൾക്കും ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ് ആകും. നിങ്ങൾക്ക് എക്സാം ടൈമിലും റിവിഷൻ ചെയ്യാനും പഠിക്കാത്തവർക്ക് ഇനി പഠിച്ചു തുടങ്ങാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ട്രാറ്റജിയാണിത്. ഞാൻ എൻ്റെ ക്ലാസ്സിലും എൻ്റെ റെഗുലർ ബാച്ചിലും ഒക്കെ കൊടുക്കുന്ന സെയിം സ്ട്രാറ്റജിയാണിത്. നമ്മളിത് വെച്ചിട്ടാണ് ബാച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ് ലോ ആൻഡ് എത്തിക്സിൻ്റെ ഈ പറഞ്ഞ ടോപ്പിക്സ് കറക്റ്റ് നിങ്ങൾക്ക് നോട്ട്സൊക്കെ വെച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, MCQ ഉണ്ട്, 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. MCQ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കമ്പനീസ് ആക്ട്, എത്തിക്സ്, ഇൻഡസ്ട്രിയൽ ലോയുടെ MCQ തരും. പ്ലസ് ബാക്കിയുള്ള നമ്മുടെ 5 ചാപ്റ്റേഴ്സിൽ അതിൻ്റെ കമ്പൈൻഡ് MCQ PDF മാത്രവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. 700 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്നുള്ള റിക്വയർമെൻറ്റ് നിങ്ങൾ പറയാം. അപ്പോൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ ഫീൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ക്ലാസ്സും കിട്ടത്തില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഒരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് അത്രയും ഫേവർ ചെയ്ത് ചെയ്യുന്നതാണ്. ഡിസംബർ 2024 ക്ലാസ് എടുത്തിട്ടുണ്ട്, ജൂൺ 2025 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അടുത്ത അറ്റംപ്റ്റാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 150+ കുട്ടികൾ നമുക്ക് ഇപ്പോഴത്തെ ബാച്ചിനകത്തുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു സെഷനാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ക്ലാസ്സും നോട്ടും MCQയും പ്രീവിയസ് അറ്റംപ്റ്റും എല്ലാം നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് അത്രത്തോളം ഉണ്ടാവും എക്സാം ടൈമിൽ. സോ നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ള് കാണുക, സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നല്ല യൂസ് ആവുന്നൊരു ക്ലാസ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. നോട്ട്സൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.